വളരെ കുറഞ്ഞ നിമിഷം കുറച്ച് ദൂരം ഞാൻ നടന്നു. അവള് പറഞ്ഞതും ഒരുപാട് അറിവും ജ്ഞാനവുമായിരുന്നു. അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുകയും അതോടൊപ്പം ജീവിതത്തെ പ്രസാദാത്മകമായി കാണുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. റോബർട്ട് ബ്രൗണിങ്ങിന്റെ ബിറ്റർ സ്വീറ്റ് എന്ന കവിതയിലെ 4 വരിയുടെ ഭാഷാന്തരീകരണമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇന്നത്തെ കാലാവസ്ഥയിൽ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തീയാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആർക്കും ഒരു പിടിയുമില്ല. ആകാശത്തുകൂടെ യാത്ര ചെയ്യാൻ വയ്യ, കടലിലൂടെ യാത്ര ചെയ്യാൻ വയ്യ, കരയിലൂടെ യാത്ര ചെയ്യാൻ വയ്യ. വീട്ടിലിരുന്നാലും ജീവിതം അപകടം. പ്രശ്ന സങ്കീർണമായ അസാധ്യയുടെ അസമാധാനത്തിന്റെ ഒരു സമയത്ത് ഈ ഒരു സായാഹ്നത്തിൽ ഒരു ദേശത്തിന്റെ രുചികൂട്ടായ സോൾട്ട് പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുമൊക്കെ കവി പറഞ്ഞതുപോലെ ഒരു ബിറ്റർ സ്വീറ്റ് അനുഭവം ഉണ്ടാകുന്നുണ്ട്. ആ ബിറ്റർ സ്വീറ്റ് അനുഭവത്തെ നാം മധുരതരമാക്കുകയാണ് ഈ പിറന്നാൾ പ്രതിഭാതര സംഗമത്തിലൂടെ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും ഈ രുചി കൂട്ടായ്മയുടെ പിറന്നാൾ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ആദരണീയരായ വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ പ്രതിപാദകരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സൃഷ്ടിച്ച പ്രിയ മാതാപിതാക്കന്മാരെ, ദൈവദാസൻ മോൺസിഞ്ഞോർ ലോപ്പസിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സോൾട്ട് അംഗങ്ങളെ, അതിവിശിഷ്ടമായ ഒരു സായാഹ്നം അതിവിശിഷ്ടരെ കൊണ്ട് നിറഞ്ഞ ഒരു സദസ്സിന് നിറയാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. വഴിവെട്ടി തെളിച്ചിട്ട വഴിയിലൂടെ പോകാതെ വഴിയാണ് വെട്ടമെന്നും ആ വെട്ടം മറ്റുള്ളവർക്ക് കൂടെ തെളിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഇടയ ജീവിതത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട ഒരു വൈദിക ശ്രേഷ്ഠനാണ് ഫാദർ മോൻസിഞ്ഞോർ ലോപ്പസ്. ഈ രുചി കൂട്ടായ്മയുടെ പിറന്നാൾ സംഗമത്തില് എന്തുകൊണ്ടും അതിന്റെ നടുത്തളം അലങ്കരിക്കുവാൻ അച്ഛൻ സമ്മതിച്ചത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പോൾസൺ അച്ഛൻ ഈ കൂട്ടായ്മയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്നത്. ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പോൾസൺ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു പാട്ടിന് എത്രയേറെ ദൂരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. വായിച്ചു നോക്കിയിട്ട് ആ പാട്ട് പാടിക്കഴിഞ്ഞ സമയം 3 മിനിറ്റ്, 7 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ്. പക്ഷെ ഒരു പാട്ടിന്റെ ദൂരം അടക്കുവാനായിട്ട് സാധിക്കും. ഭൂമി മുഴുവനും വ്യാപിച്ചു കിടക്കും ഒരു പാട്ട്. അത് ആത്മാവിന്റെ അന്തരാഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പാട്ട്. നമ്മുടെ ആത്മാവിന്റെ അന്തരാഴങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു ജഗത് വന്ദനമാണ് നാം ഇപ്പോൾ ശ്രമിച്ച ഈശ്വര പ്രാർത്ഥന. അഗ്നിമേക്കാത്ത കാവലായി കാത്തിടേണമേ ദൈവമേ എന്ന ഈശ്വരഗാനം. സുന്ദരമായ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈ ഗാനത്തിന്റെ പൊന്നു തമ്പുരാനാണ് ഇന്ന് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ മുന്നിൽ ആഗതനായിരിക്കുന്ന ശ്രീ ജോൺസൺ മാമല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സൈലന്റ് നൈറ്റ് എന്നുള്ള ഗാനമാണ്. പക്ഷെ പാട്ട് കേൾക്കാൻ നാം ഏറെ കൊതിക്കുന്നത് കണ്ണിവയ്ക്കാത്ത കാവലാളായി എന്ന അതിസുന്ദരമായ ഗാനമാണ്. ഉണ്ണി യേശുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ പാട്ട് സർവകാല
റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഹിറ്റായി മാറിയ ഒരു പാട്ട്. ആ പാട്ടിനെ കൂട്ടും പാവം അണിഞ്ഞ് സംഗീതം ചെയ്ത് മെനഞ്ഞെടുത്ത ഒരു സംഗീത തമ്പുരാൻ. ആ വഴിയിൽ നടന്നു നോക്കിയപ്പോൾ 1000-ലേറെ ഗാനങ്ങൾക്കാണ് പിറവിയുണ്ടായത്. സ്നേഹിതനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ ജോൺസൺ മകളെ ഈ പിറന്നാൾ ആദരവ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പറഞ്ഞത് ഞാനല്ല, നിരത്തെഴുതിക്കൊണ്ട് തല ഉയർത്തിയ നസ്രായക്കാരൻ പറഞ്ഞതാണ്. എഴുന്നേൽക്കുക, വീട്ടിലേക്ക് പോകുക, മേലിൽ തെറ്റു ചെയ്യരുത്. വീട് വിട്ട് അതിനും ബെറ്ററായ ഒരു വീട് തേടി ദൈവത്തിന്റെ വീട് അന്വേഷിച്ച് പുറപ്പെട്ട ഒരു സമർപ്പിതയാണ് സിസ്റ്റർ ഫ്രാൻസിന. തെറ്റിപ്പോകാമായിരുന്ന വഴികളിൽ നിന്ന് തെറ്റാത്ത വഴികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സമർപ്പണത്തിന്റെ ത്യാഗം പൂത്തുവിരിയുന്ന കർമ്മലാരാമത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു കർമ്മല മകളായി മാറി സമർപ്പണ ജീവിതത്തിന്റെ 10 ആണ്ടുകൾ പിന്നിട്ട സിസ്റ്റർ ഫ്രാൻസിന ഈ ദേശക്കാർക്ക് സുപരിചിതയാണ്. വർഷങ്ങൾക്ക് മുമ്പ് LMC കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്രധാന അധ്യാപികയായിക്കൊണ്ട് 100 പേര് കൊയ്ത ഒരു അധ്യാപിക. സഭയുടെ വിശിഷ്ട പദവികളിൽ സേവനം ചെയ്തുകൊണ്ട് ഇപ്പോൾ വരാപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റില് തന്റെ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സന്യാസി. ദൈവദാസൻ മോൺസിഞ്ഞോർ ഇമാനുവൽ ലോപ്പസ് ഈ ദേശത്തിന്റെ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു വികാരി പുണ്യവാളനായിരുന്നു. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങള് നമുക്ക് നൽകിയപ്പോൾ അത് കൊടുക്കുവാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ മോൺസിഞ്ഞോർ ലോപ്പസിന്റെ കുടുംബാംഗം തന്നെയായ സിസ്റ്റർ ഫ്രാൻസിന ആഗതയായത് അനൽപമായ സന്തോഷമാണുള്ളത്. അതോടൊപ്പം തന്നെ താൻ പഠിപ്പിച്ച തന്റെ വിദ്യാലയത്തില് 100 പേര് കൊയ്ത തന്റെ പിൻഗാമിക്ക് അത് കൈമാറ്റം ചെയ്യുമ്പോൾ അത് മധുരമല്ല, ഇരട്ടി മധുരമായിട്ട് മാറുകയാണ്. ഈ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആഗതയായിരിക്കുന്ന സിസ്റ്റർ ഫ്രാൻസിനയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരം വിട്ടവൻ പുറപ്പാടി യാത്ര നടത്തി. കടൽ തീരം വിട്ടവൻ കടലായി മാറി. ഈഗോ മാറിയപ്പോൾ അവൻ ഈശോയായി മാറി. ഏറ്റവും നല്ലത് നമുക്കൊക്കെ നമ്മുടെ വീട് തന്നെയാണ്. ആ വീട് നമുക്കൊരു കൊട്ടാരം തന്നെയാണ്. അവിടെ കടലാഴമുള്ള സ്നേഹമുണ്ട്, ലാളനയുണ്ട്, സാന്ത്വനമുണ്ട്. പക്ഷെ കൊട്ടാരം വിട്ട് കൊട്ടാരത്തിന് പുറത്തേക്ക് പുറപ്പാട് നടത്തുകയും കടൽ തീരം വിട്ട് ഉള്ളു നിറയെ കടലാഴത്തിന്റെ സ്നേഹവും സൗഹൃദവും കൈമുതലാക്കിയ ഈഗോ വിട്ട് ഈശോയുടെ പിന്നെ അനുഗമിച്ച ഒരു ഇടയനാണ് ഫാദർ ആന്റണി കപ്പാടിശ്ശേരി. 20 വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷക്കാലം ഒരുമിച്ച് ചേർന്ന ഒരു സമൂഹത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇതിന് ഒരു ഉടുമ്പാവും വേണമെന്ന് ശഠിച്ചുകൊണ്ട് അതിനൊരു പേരും നൽകിക്കൊണ്ട് സ്വർഗത്തിന്റെ ശാന്തിയായി മാറിയ പാതാളത്തിലേക്ക് പറഞ്ഞു. 20 വർഷക്കാലം ഒരു മന്ത്രമാരുതനായിട്ട് ഞങ്ങളുടെ കലപിലെ ശബ്ദങ്ങളിലെ കടന്നു വരികയും ഞങ്ങളുടെ ദുശ്ശാഠ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റായി വന്ന് ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങളെ തിരുത്തപ്പെടുകയും ചെയ്ത ഒരു മഹായിടയൻ. ഇന്ന് നമ്മുടെ വിജയ പ്രതിഭകളെയൊക്കെ ആദരിക്കുവാനായിട്ട് അദ്ദേഹം തന്റെ വിശ്രമ ജീവിതം നയിക്കുന്ന കനഡാവില ഭവനിൽ നിന്ന് ഈ സായാഹ്നത്തിൽ നമ്മോടൊപ്പം വന്നിരിക്കുകയായി ഞങ്ങളുടെ കൂടിയായ
ചെയ്തിട്ട് സ്വാഗതം. തൊട്ടാവാടിയെ ആക്ച്വലി നോട്ട് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട്. കാരണം തൊട്ടാവാടിയുടെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടാവാടി തന്നെ നമ്മളോട് മന്ത്രിക്കാറുണ്ട്, എന്നെ തുടരുക, ഞാൻ കൂപ്പിപ്പോയി. വാസ്തവമാണ്. തൊട്ടാവാടിയെ അടുത്തറിയുന്നവരെന്നറിയാം. നമ്മളോട് തൊട്ട് കഴിഞ്ഞാൽ വേറെ നിൽക്കുന്ന പച്ചപ്പുകളെല്ലാം അടങ്ങിക്കൊണ്ട് അത് വാടി കൂപ്പിപ്പോകുന്ന ഒരവസ്ഥ ചെറിയൊരു അതിനകത്തുണ്ട്. എന്നിരുന്നാലും നമ്മൾ തൊട്ടാവാടിയെ കൊണ്ടാണ് തൊട്ടുപോകാറുണ്ട്. ഹോർട്ടിക്കൾച്ചറിസ്റ്റായ ചാൾസ് ലൂയിസ് പറയുന്നു, തൊട്ടാവാടിയെ തൊട്ടാൽ തുമ്പി പോകില്ല, അതിനെ വളവും വെള്ളവും ഒഴിച്ച് ദിനംപ്രതി നാം ഒന്ന് ശുശ്രൂഷിച്ചു നോക്കി ആ തൊട്ടാവാടി ഒരിക്കലും തുമ്പിപ്പോവുകയില്ല. നമ്മുടെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ നാം തൊടേണ്ട വിധത്തിൽ തൊടാതെ വരുമ്പോഴാണ് അവ തുമ്പിപ്പോകുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ തൊടേണ്ട വിധത്തില് തൊട്ടുകൊണ്ട് അവരുടെ ഹൃദയത്തില് ആ സ്പർശനം അനുഭവവേദ്യമാക്കിക്കൊണ്ട് അക്ഷരവും അറിവും ഇത് രണ്ടും സമഞ്ജസമാക്കിക്കൊണ്ട് ജ്ഞാനവും പകർന്നു കൊടുത്ത ഒരു വനിതാ പ്രധാന അധ്യാപികയാണ് ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ പ്രധാന അധ്യാപിക. ടീച്ചർ ഇരുന്നിരുന്ന ഇടങ്ങളൊക്കെയും 100 പേര് കൊണ്ടുള്ള പറ നിറച്ചാണ് കടന്നു പോയിട്ടുള്ളത്. സത്യാന്ത സെന്റ് ജോസഫിലെത്തിയപ്പോഴും അതൊരു തനി ആവർത്തനമാക്കിക്കൊണ്ട് തന്റെ കുഞ്ഞുമക്കളെ തൊടേണ്ട വിധത്തില് വളവും വെള്ളവും ഇട്ട് ശുശ്രൂഷിച്ച് തൊട്ട് തലോടിക്കൊണ്ട് ഒപ്പിപ്പോകാതെ ഈ വർഷവും 3 മേരിയുടെ വിളവ് കൊയ്തെടുത്തു. പ്രിയപ്പെട്ട ടീച്ചറെ, മധുര മൊഴികളാണ് എന്നും കൂടെയുള്ളവരോട് പങ്കുവയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷണക്കത്തിൽ നാം മനഃപൂർവ്വം എഴുതി ചേർത്തത് ടീച്ചറിന്റെ മധുമൊഴിയാണ്. നമുക്ക് മധുമൊഴി നൽകാനാകതയായിരിക്കുന്ന അനിത ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മാതാപിതാക്കൾ മക്കളെ ജനിപ്പിക്കുന്നു, പക്ഷേ ജീവിതം അവർ പഠിപ്പിക്കുന്നില്ല. ജീവിതം പഠിപ്പിക്കുന്നത് ഒരു അധ്യാപികയാണ്. വളരെ വാസ്തവമുള്ളൊരു കാര്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, മാതാപിതാക്കള് നമ്മൾ മക്കളെ ജനിപ്പിക്കുന്നുണ്ട്, വളർത്തിയുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. ഈ വർത്തമാനകാലത്തില് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന, നമ്മൾ സൃഷ്ടിച്ചെടുത്ത് നമ്മുടെ മക്കള് എങ്ങോട്ടാണ് പോകുന്നത്? കാരണം എന്താ? നമുക്കൊന്നും ജീവിതം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഒരു അധ്യാപികയ്ക്ക് ജീവിതം എന്താണെന്ന് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. 3 പതിറ്റാണ്ടിലേറെ കാലം കുഞ്ഞുമക്കൾക്ക് ജീവിതം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത ഒരു വലിയ ഗുരുഭൂതയാണ് സെബാസ്റ്റ്യൻ ടീച്ചർ. ടീച്ചർ നമുക്ക് സുപരിചിതയാണ്. കഴിഞ്ഞ വർഷവും ഇതേ വേദിയില് തന്റെ കുഞ്ഞുമക്കൾക്ക് 100 മേരി കൊയ്തതിന്റെ സന്തോഷത്തില് നമ്മൾ കൊടുത്ത ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങുവാനായിട്ട് കുടുംബസമേതം ഇവിടെ ആഗതമായിരുന്നു. ഇന്ന് ടീച്ചർ തനിച്ചാണ് വന്നിരിക്കുന്നത്. ആദ്യം വളയമിട്ട് ചാടി, ഇനി വളയമില്ലാതെ ചാടാൻ. കാരണം ചോട്ടെന്ന കുടുംബം എന്താണെന്ന് ടീച്ചറിന് പരിചിതമല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ടീച്ചറിന് പരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏകയായിട്ട് ടീച്ചർ ഈ വേദിയിലേക്ക് കടന്നു വന്നു. അപ്പുറത്ത് മുളകാട് ദ്വീപിൽ നിന്നാണ് ടീച്ചർ കടന്നു വരുന്നത്. ഈ വർഷവും ടീച്ചർ അവിടെ തന്റെ കുഞ്ഞുങ്ങളെ 1000 പേര് കൊയ്തെടുത്തു കൊടുക്കുന്നുള്ള വിജയ മന്ദസ്മിതത്തോടു കൂടിയാണ് ഇവിടെ നമുക്കൊരു ആശംസ പറയാൻ ആഗ്രഹമായിരിക്കുന്നത്. പ്രിയപ്പെട്ട സുമി ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ബോസും നേതാവും രണ്ടും രണ്ടാണ്. പ്രഥമ ദൃഷ്ട്യ നാം പറയും ബോസ് അത് ഞങ്ങളുടെ നേതാവാണ്, അല്ലെങ്കിൽ നേതാവിനെ കാണുമ്പോൾ നമ്മൾ പറയും അത് ഞങ്ങളുടെ ബോസാണെന്ന് പറയും. പക്ഷെ ബോസ് പറയുന്നതാണ് ഗോ, ലീഡർ പറയുന്നതാണ് ലെറ്റ്സ് ഗോ. ബോസ് പോകാൻ പറയുമ്പോൾ ലീഡർ പറയുന്നത് നമുക്ക് പോകാമെന്നാണ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലും പിന്നിലും നിൽക്കാതെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒപ്പം നടന്നുകൊണ്ട് വേദനയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് ഒരു നല്ല നേതൃത്വം. അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് ശ്രീ തൊബിയൻ ജോസഫ് പറഞ്ഞത്. സോൾട്ടിന്റെ പ്രസിഡന്റായിട്ട് വിരാജിക്കുന്ന ശ്രീ തൊബിയൻ ജോസഫ് ഇന്ന് ഈ കുടുംബത്തിലെ തന്നെ ഒരു നവദമ്പതികളെ, അവരുടെ ഞാൻ നവദമ്പതികളെന്ന് സൂചിപ്പിച്ചത് 25 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ജീവിതം ഇന്നും നവമായിട്ട് തുടരുന്നത് കൊണ്ടാണ്. സിൽവർ ജൂബിലിയുടെ പട്ടിമാതിരേഖയിൽ നിൽക്കുന്ന ശ്രീ വിൽട്ടനെയും ശ്രീമതി കല്ലിനെയും ആദരിക്കുവാനായിട്ട്, കസവണിയിക്കുവാനായിട്ട് ഞങ്ങളുടെ അധ്യക്ഷൻ തന്നെയാണ് ഇന്ന് ആഗതനാകുന്നത്. എന്റെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിജയം ആർക്കും കൈകെട്ടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ വിജയത്തെ തിളക്കത്തോടെ മാറ്റിമുട്ടിക്കൊണ്ട് എടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് അതിന് ഉള്ളുകൾ വരുന്നത്. അത് അക്ഷരമാലയിലെ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യ എയായ എഫ് നേടുമ്പോൾ അതിന്റെ ഗരിമ കുറച്ചുകൂടെ വർദ്ധിക്കും. ഇന്ന് 22 വിദ്യാർത്ഥികൾ ഫുൾ A+ വാങ്ങിച്ചുകൊണ്ട് ആ ഒരു ഗരിമയുടെ ഗരിമയിൽ നമ്മുടെ മുന്നിൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അവരോടൊപ്പം അതിലേറെ സന്തോഷം അവരുടെ മാതാപിതാക്കളുടെ മുഖത്തും കാണുവാനായിട്ട് സാധിക്കും. ഈ 22 പേരെയും കൊണ്ട് നമുക്കിവിടെ 1 മിനിറ്റ് നേരം പോലും സംസാരിക്കാൻ സാധ്യമല്ല. പക്ഷേ 22 പേരുടെയും കഴിവുകളെ ഇകഴ്ത്താതെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ മാസ്റ്റർ അൻസാഫ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മറുപടി ഇവിടെ പറയാമെന്നേറ്റിട്ടുണ്ട്. പ്രിയപ്പെട്ട അൻസാഫിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നീ സദസ്സിൽ ഞാൻ അതിനെ സൂചിപ്പിച്ചത് വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്. അവരെക്കാളേറെ അവർക്ക് വെള്ളവും കിടവും ഒക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് മക്കളുടെ പരീക്ഷാ സമയത്ത് ലീവ് എടുത്തിരുന്നവരെ പഠിപ്പിച്ച് 10ാം ക്ലാസ്സിന്റെ നിറവ് വാങ്ങിക്കാനായിട്ട് മുന്നോട്ട് വന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും അത് മതിയാകില്ല. ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ കുട്ടികൾക്കൊന്നും ഈ കാഴ്ചപ്പാടും ഈ മൊമെന്റൊന്നും നൽകില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്കായിരിക്കും ഞാനിത് നൽകാനായിട്ട് ഉദ്ദേശിക്കുക. കാരണം അവരെക്കാൾ കൂടുതൽ ആൾക്കാര് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കൊടുത്ത ആ വഴിയാണ്, ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് അവർക്ക് അത് പൂർണ്ണ A+ വാങ്ങിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളെയും പ്രതിപാദകരായ വിദ്യാർത്ഥികളെയും ഓപ്പോസിന്റെ ദൈവദാസന്റെ കുടുംബാംഗങ്ങളായിട്ട് ഒത്തിരി പേരുടെ വന്നിട്ടുണ്ട്. അവരെയും സോൾട്ട് കുടുംബത്തിലെ എന്റെ പ്രിയ സഹപ്രവർത്തകരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി.